നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ എടുത്താലും കാണാൻ സാധിക്കുന്നത് അഹാന കൃഷ്ണയും അവരുടെ അമ്മൂമ്മയും തമ്മിലുള്ള വഴക്കാണ്, കുടുംബ പ്രശ്നമാണ്. കണ്ടിട്ട് നാണക്കേട് തോന്നുകയാണ്. മനോരമ പോലുള്ള വൻകിട ചാനലുകൾ വരെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് അവരുടെ കുടുംബ വഴക്ക്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ചോദിക്കും, നീ എന്തിനാണ് ഈ വിഷയം എടുത്തതെന്ന്. അതിനുള്ള മറുപടി ഞാൻ വഴിയേ തരാം. എന്താണെങ്കിലും ഈ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില സ്വകാര്യതകളുണ്ടല്ലോ, അതൊക്കെ പബ്ലിക്കാക്കാൻ എന്ന് മനുഷ്യർ തുടങ്ങിയോ അന്ന് തുടങ്ങി അവരുടെയൊക്കെ ജീവിതത്തിലെ അലോസരങ്ങളും ബുദ്ധിമുട്ടുകളും. She's a very problematic person. She's a very difficult to adjust person. Problematic thing in her became really bad. അപ്പൂപ്പ മയ്യാതായി കഴിഞ്ഞു. എന്തൊരു നാണം കെട്ട ഇടപാടാണെന്നറിയാമോ? അമ്മൂമ്മ ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ മകൾ അയച്ച സ്വകാര്യ മെസ്സേജുകളൊക്കെ വായിക്കുകയാണ്. നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ചൂലുകൊണ്ടടിക്കും എന്നൊക്കെ കൊച്ചുമകൾ അമ്മൂമ്മയോട് പറഞ്ഞത് അമ്മൂമ്മ വായിക്കുന്നു. ഇനി എനിക്ക് ഒരു അമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. മറുവശത്തിരുന്ന് അഹാന കൃഷ്ണ അമ്മൂമ്മയുടെ പ്രവർത്തികളെ കുറിച്ച് സംസാരിക്കുകയാണ്. അമ്മൂമ്മയ്ക്ക് വൃത്തിഭ്രാന്താണ്, അമ്മൂമ്മയുടെ കൂടെ ആർക്കും താമസിക്കാൻ പറ്റില്ല, അപ്പൂപ്പൻ്റെ മരണശേഷം അമ്മൂമ്മയെ മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല, ഒരു മനുഷ്യനെ വീട്ടിൽ നിർത്തില്ല, ഹോം നേഴ്സുമാരെ പോലും അടുപ്പിക്കില്ല, അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ അഹാന കൃഷ്ണ ഒരു വശത്ത്. അതിനിടയിൽ കൂടി അത് മുതലെടുത്ത് അവരുടെ വീട്ടിലെ പറയാത്ത കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് കുറേ യൂട്യൂബർമാരും ഇറങ്ങിയിട്ടുണ്ട്. എന്താവശ്യമാണിതൊക്കെ? ഇവരൊക്കെ സെലിബ്രിറ്റി പരിവേഷമുള്ള ആളുകളാണല്ലോ, സെലിബ്രിറ്റികളുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു കറിവേപ്പൊന്ന് ഉണങ്ങിയാലും അതും വാർത്തയാണല്ലോ, അതിനൊരു വാർത്താ പ്രാധാന്യം ഉണ്ടല്ലോ. ആ വാർത്താ പ്രാധാന്യം എന്ന് കൊടുക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായത്. കാരണം അവരൊക്കെ അവരുടെ പ്രണയവും അല്ലെങ്കിൽ അവരുടെ വിവാഹ ജീവിതവും ദാമ്പത്യ ജീവിതവും അവരുടെ കുടുംബ ബന്ധങ്ങളും മാത്രമല്ല, കുടുംബത്തിനകത്തുണ്ടാകുന്ന വഴക്കുകൾ വരെ ഇപ്പോൾ കച്ചവടം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. കച്ചവടമാണ് നടക്കുന്നത്. അവരറിഞ്ഞോ അറിയാതെയോ ബിസിനസ് നടക്കുകയാണിത്. അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സാണുള്ളത്. അവരൊക്കെ ഇത് കുത്തിയിരുന്ന് കാണുകയാണ്. കാണുമ്പോൾ ഇവർക്ക് അതിൽ നിന്നും പണം കിട്ടുകയാണ്. ഒരു വീഡിയോയ്ക്ക് ഇത്രയും പണം കിട്ടിയെന്ന് വരുമ്പോൾ അതിനോടനുബന്ധിച്ച് അടുത്ത വീഡിയോ അവർ ഇറക്കാൻ തുടങ്ങും. എന്ത് ഒരു ധാർമ്മികതയാണ് ഇവരുടെയൊക്കെ മനസ്സിൽ അവശേഷിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ധാർമ്മികത ഒരല്പം പോലുമില്ല. എന്നാൽ എൻ്റെ അമ്മൂമ്മയാണ്, അമ്മൂമ്മയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ക്ഷമിക്കേണ്ടത് നമ്മളാണ്. അമ്മൂമ്മയുടെ പ്രായത്തിൻ്റെ പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ അമ്മൂമ്മ എന്ത് വിചാരിക്കണം, എൻ്റെ ചെറുമകളാണ്, എൻ്റെ മകളുടെ മകളാണ്, അവളെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അഹങ്കാരി ആയിട്ട് കാണാൻ ഞാനായിട്ടൊരു ഇട വരുത്തരുത്. അവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവളുടെ അമ്മയുടെ അമ്മ അമ്മൂമ്മ എന്ന രീതിയിൽ അവളെ ഉപദേശിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ഈ അമ്മൂമ്മയും ചിന്തിക്കണം. ഇത് രണ്ടുപേരും, രണ്ട് ജനറേഷനിൽപ്പെട്ട ഇവർ രണ്ടുപേരും മാറി മാറി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാണ്. ഇത് കാണാൻ കുറേ ആളുകളും ഇത് കച്ചവടമാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ ട്രെൻഡിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൂടാ. ഇപ്പം തന്നെ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ അധികം ഫോളോവേഴ്സ് ഉള്ള ആളുകളൊക്കെ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള ഇവരുടെ പെണ്ണ് കാണൽ, പിന്നെ ഇവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, തുണിയെടുപ്പ്, സ്വർണ്ണമെടുപ്പ്, മൈലാഞ്ചിയിടൽ, പിന്നെ ഇവരുടെ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ, പിന്നെ ഇവരുടെ ആദ്യ രാത്രി, ഇവരുടെ കുഞ്ഞുണ്ടാകാൻ പോകുന്നെങ്കിൽ ആ പ്രഗ്നൻസി റിവീലിങ്, പിന്നെ പ്രഗ്നൻസിയുടെ സമയത്ത് 10 മാസവും, ഇതെല്ലാം കാണിച്ച് ഇവർക്ക് ഓരോ കണ്ടന്റുകൾ കിട്ടുകയാണ്. ഇത് കാണാനിരിക്കുന്ന ആളുകൾ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. അങ്ങനെ കാണാൻ ആരും തയ്യാറാകാതെ വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ പാതി ട്രെൻഡ് നിന്നു പോയിക്കോളും. അതുപോലെ തന്നെ ഏതായാലും പബ്ലിക്കിന് മുന്നിൽ ഈ വിഷയം എടുത്തിട്ടതല്ലേ. അഹാന കൃഷ്ണ വളരെ സീരിയസ് ആയിട്ടൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. ഇത്തിരി പക്വതയുള്ള ആളാണ് അഹാന എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്വതയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്താനും കാണാനും ഒക്കെ കഴിയുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് അഹാനയെ തോന്നിയിരുന്നത്. പക്ഷേ അതൊക്കെ ഒറ്റയടിക്കങ്ങ് തകർത്ത് കളയുകയാണ് ആ യുവതി ചെയ്തത്. കാരണം അഹാന വന്നിരുന്ന് അമ്മൂമ്മയെക്കുറിച്ച് ആധികാരികമായിട്ട് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മളെല്ലാം നമ്മുടെ അമ്മൂമ്മമാരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ശരിയാണ്, ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞേക്കാം. ചില അമ്മൂമ്മമാർ അല്ലെങ്കിൽ അപ്പൂപ്പന്മാർ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലും അവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല.
അവരുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ഒക്കെ പണ്ട് കണ്ടതിൻ്റെ നേർ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണുന്നത്. നമ്മൾ തന്നെ പറയും, പണ്ടുണ്ടായിരുന്ന അമ്മൂമ്മയെ അല്ല അപ്പൂപ്പനെ അല്ല, എന്തൊരു സ്വഭാവം ഇത്, എന്തൊരു മൂശാട്ടത്തിലേ കാണിക്കുന്നത്, ഒന്നും പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ഇഷ്ടപ്പെടില്ല, എന്നും വഴക്ക്, ബഹളം, കരച്ചിൽ, കുറ്റപ്പെടുത്തൽ, പഴയ കാര്യങ്ങൾ പറയൽ, ഇതൊക്കെ അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു സവിശേഷതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം അഹാന ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടോ, അമ്മൂമ്മയ്ക്ക് വൃത്തിഭ്രാന്താണ്, ആർക്കും അവിടെ ചെന്നാൽ നിൽക്കാൻ പറ്റില്ല, OCDയുടെ പ്രശ്നമുള്ളവർക്ക് പ്രായമാകും തോറും അത് കുറച്ച് കൂടുതൽ വഷളാകും, അവരത് കൂടുതൽ പ്രകടമാക്കിയെന്ന് വരും. ഇതൊക്കെ നമ്മൾ അവരുടെ കുടുംബത്തിലുള്ള ആളുകളല്ലാതെ മറ്റാരാ സഹിക്കുന്നത്? നമ്മൾ തന്നെ അവരെ ഇങ്ങനെ നാറ്റിക്കാൻ വേണ്ടി, മോശമാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലോ? അതുപോലെ തന്നെ അമ്മൂമ്മയും ശ്രദ്ധിക്കണം. അഹാന ഇങ്ങനെ വന്നിരുന്ന ആധികാരികമായിട്ട് കുറ്റം പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയത്തിലെ ഒരു വശമല്ല 2 വശവും സംസാരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഒന്നിതാണ്, പ്രായമായവരിങ്ങനെ ചിലപ്പോൾ ചില ചാബല്യങ്ങളൊക്കെ കാണിക്കും, അവർ ചിലപ്പോൾ സ്വഭാവ സവിശേഷതകളൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കും, നമുക്ക് പിടിക്കാത്ത സ്വഭാവങ്ങളൊക്കെ കാണിക്കും, അത് നമ്മൾ ക്ഷമിക്കേണ്ടതാണ് എന്നതാണ് മറ്റൊരു വശം. അതിപ്പോൾ നമ്മുടെ അമ്മൂമ്മയാണ്, നമ്മുടെ അപ്പൂപ്പനാണ്, അല്ലെങ്കിൽ അയലോക്കത്തെ ഒരാളായിക്കൊള്ളട്ടെ, അവരുടെ പ്രായത്തിനെ മാനിച്ച് എല്ലാവർക്കും വരുന്ന അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ മാറിയിരുന്നവരെ കുറ്റപ്പെടുത്തുകയല്ല. ഇപ്പോൾ ഇത് കൂടുതൽ വഷളാകുകയല്ലേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതെടുത്തിടുക എന്ന് പറഞ്ഞാൽ എന്ത് തേർഡ് റേറ്റ് പരിപാടിയാണ് അവർ കാണിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബന്ധം എന്താണെന്നെങ്കിലും മനസ്സിലാക്കണ്ടേ. അമ്മയുടെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ സാധാരണ ഏറ്റവും അമ്മയേക്കാൾ കൂടുതൽ അടുപ്പം തോന്നുന്ന ആളാണ്. അച്ഛൻ്റെ അമ്മയേക്കാൾ കൂടുതലൊക്കെ നമുക്ക് അടുപ്പം തോന്നുന്നത് അമ്മയോടായിരിക്കും. അവരോടുള്ള ഒരു അടുപ്പത്തിനെ എങ്ങനെ പറഞ്ഞ് വിശദീകരിക്കണമെന്നറിയില്ല. അത്ര ഒരു നൈർമല്യമുള്ള പരിശുദ്ധമായ ഒരു ബന്ധമായിരിക്കും അത്. അതിൻ്റെയൊക്കെ പരിശുദ്ധിയൊക്കെ കളഞ്ഞു കുളിച്ചുകൊണ്ട് കുടുംബമായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. അഹാന കൃഷ്ണയുടെ ഒരു കസിൻ സിസ്റ്റർ ആദ്യം ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് പറയുന്നു, ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നുകൊണ്ട് പറയുന്നു, അമ്മൂമ്മ അവർ നോക്കില്ല, അമ്മൂമ്മയ്ക്ക് ചെലവിന് പണം കൊടുക്കില്ല, അങ്ങനെ ഇങ്ങനെ മറ്റേതാ മറിച്ചത്. ഇവരൊക്കെ ഫോൺ ചെയ്തൊന്ന് സംസാരിക്കേണ്ട കാര്യമല്ലേ ഇതൊക്കെ? ഒരു ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നമല്ലേ? അല്ലെങ്കിൽ ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഇവർ സംസാരിക്കേണ്ട കാര്യങ്ങളല്ലേ? ഇതൊക്കെ നാട്ടുകാരോട് പറയുന്നത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ? വ്യൂസ്, അതിൽ നിന്ന് കിട്ടുന്ന പണം, അല്ലാതെ പിന്നെന്താ? നാട്ടുകാർക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണോ ഇവരുടെ ഈ കുടുംബ പ്രശ്നം? നാട്ടുകാർ ഇടപെടേണ്ട കുടുംബ പ്രശ്നങ്ങളുണ്ട്, അത് വേറൊരു കാര്യം. മദ്യപിച്ച് ദിവസവും ചെന്ന് ഒരു വീട്ടമ്മയെ ശാരീരികമായിട്ട് ഭർത്താവ് ഉപദ്രവിക്കുന്നു, അത് നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നു. നാട്ടുകാർ ഇടപെടണം. ആ വീട്ടിലെ കുട്ടികൾക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആഹാരം ആ വീട്ടിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ഒരാളെ നോക്കുന്നില്ല, അവർക്ക് ആഹാരം കൊടുക്കുന്നില്ല, അവരെ പട്ടിണിക്കിടുന്നു, ക്രൂരമായി ഉപദ്രവിക്കുന്നു. നാട്ടുകാർ ഇടപെടേണ്ട വിഷയമാണ്. ഓരോ കുടുംബത്തിലെയും വിഷയം അവരുടെ മാത്രം വിഷയമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില വിഷയങ്ങൾ, ചില സൗന്ദര്യ പിണക്കങ്ങൾ, ചില തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ വീടിനകത്ത് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കേണ്ടതാണ്, സ്വകാര്യമായിട്ട് സംസാരിച്ച് തീർക്കേണ്ടതാണ്. അപ്പോഴാണ് അതിനൊരു ഭംഗി, അപ്പോഴാണ് ആ ബന്ധത്തിനൊരർത്ഥമുണ്ടാകുന്നത്. ഇതിപ്പോൾ വേറെ നാട്ടുകാരും അല്ലെങ്കിൽ ഇവരുടെ ശത്രുക്കളായിട്ടിരിക്കുന്നവരും ഈ ബന്ധുക്കളും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താണ് ഇവർ കാണിക്കുന്നത്? ഇത് നാട്ടുകാരറിഞ്ഞാൽ എങ്ങനെയാണ് നാട്ടുകാർ പ്രതികരിക്കുക എന്ന് ചിന്തിക്കാനുള്ള ഒരു ശേഷി ഇവർക്കില്ലേ? ഒരു കാരണവശാലും അങ്ങനെയൊന്നുമില്ല. അതിനുള്ള ശേഷിയൊക്കെ അവർക്കുണ്ട്. നാട്ടുകാർ ഈ വിഷയം അറിഞ്ഞാൽ എങ്ങനെ അതിനെ സമീപിക്കുമെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. എന്തിൻ്റെ ആവശ്യമാണ്? ഇങ്ങനെ ഓരോ കുടുംബത്തിലും ഇങ്ങനെ ഓരോരുത്തരും പുറത്ത് നമ്മുടെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് കൊട്ടിഘോഷിക്കാൻ നടന്നാൽ നാട്ടുകാർക്ക് ഇതിന് തന്നെ സമയമുള്ളൂ. ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ കണ്ടോ, പിണറായി വിജയൻ പരസ്യത്തിന് വേണ്ടി മുടക്കിയത് 173 കോടിയാണ് എന്ന കണക്ക് പുറത്തു വന്നു. പക്ഷെ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ അത് കേൾക്കാൻ ആരുമില്ല. അതിൻ്റെ ഒന്നും പ്രാധാന്യം എന്താണെന്ന് ചിന്തിക്കാൻ ആളുകൾക്ക് സമയമില്ല. ഇങ്ങനെ ഓരോരുത്തരുടെ കുടുംബകാര്യങ്ങൾ കാണുന്നതിലേക്ക് ആളുകളും ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. എത്രയോ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ടെന്നറിയാമോ? പരിധിക്കപ്പുറമുള്ള സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം മൂലം. ഈ അടുത്ത കാലത്തും ളാത്താങ്കരയിൽ ഒരു കൊലപാതകം നടന്നല്ലോ. ഒരു അധ്യാപകൻ ഭാര്യയെ വെട്ടിക്കൊന്ന വാർത്ത നമ്മളാരും മറന്നിട്ടില്ല. അൽമ എന്ന യുവതിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്വന്തം വീട്ടിലെ പൂച്ചയുടെയും പട്ടിയുടെയും കിളിക്കുഞ്ഞുങ്ങളുടെയും ഒക്കെ ചിത്രം എടുക്കുക, അത് ഫേസ്ബുക്കിലിടുക, ഫേസ്ബുക്കിൽ ഓരോരുത്തർ കമൻ്റ് ഇടുക, കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കുക. അതിനുവേണ്ടി മാത്രമാണ് അവൾ സമയം കണ്ടെത്തിയത്. ഭർത്താവിനോട് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ വ്യക്തിജീവിതത്തിനോ പ്രാധാന്യം അവിടെ കിട്ടിയില്ല. അതിൻ്റെ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്താണ് അയാൾ അത് ചെയ്തത്. ഇങ്ങനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം, സ്വാധീനം മനുഷ്യരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മനുഷ്യ ജീവിതങ്ങളൊക്കെ ഇരുട്ടിലാക്കുന്നുണ്ട്, മനുഷ്യ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്. ഇപ്പം ആ അമ്മൂമ്മയാണെങ്കിലും 10-75 വയസ്സുള്ള സ്ത്രീയാണ്. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയാൻ തയ്യാറായല്ലോ.
എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുന്നതാണ്, അവരൊക്കെ അറിയുന്നതാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അവർ തിരിച്ചൊന്ന് ചിന്തിക്കാതെ ഇത് പറയണമെങ്കിൽ ഇവരെയൊക്കെ അത്രത്തോളം സോഷ്യൽ മീഡിയ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന എല്ലാവരും അയ്യോ പാവം ശോ എന്നാലും കഷ്ടമായി പോയല്ലോ, അവർക്ക് നല്ലത് വരുത്തണേ ദൈവമേ എന്ന് വിചാരിക്കുന്നവരല്ല. അങ്ങനെ തന്നെ വേണം. ആ കുടുംബത്തും സ്വസ്ഥതയില്ലേ, സമാധാനമായി. അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ കണ്ടതിൽ ആശ്വസിക്കുകയും പ്രശ്നങ്ങൾ ഇരട്ടിയാകട്ടെ ആകണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അധികവും. അത് മനസ്സിലാക്കണം. ഇങ്ങനെ വെറുതെ കോമാളികളാകാതിരിക്കുക, അവരവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവരവരുടെ കുടുംബത്തിൽ തീർക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് ഈ ഒരു വിഷയത്തെപ്പറ്റി പറയാനുള്ളതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക.